ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രഭാതത്തിൽ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്ന പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെയോ നാം കേൾക്കുന്ന വാർത്തകളൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു സന്തോഷം തരുന്നത്, സമാധാനം തരുന്ന വാർത്തകളൊന്നുമല്ല. ഒത്തിരി വേദനയിലൂടെ, നിരാശയിലൂടെ ഒക്കെ കടന്നു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വരുന്ന വാർത്തകളൊക്കെ ഒന്നിനൊന്ന് വളരെ ആഘാതങ്ങൾ തരുന്ന, വളരെ ക്രൂരമായ മനുഷ്യന്റെ സ്വഭാവത്തെ വരച്ചു കാട്ടുന്ന പ്രശ്നങ്ങളെ കൊണ്ട് മുഖരിതമായിരിക്കുകയാണ്. ഈ 2025 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒത്തിരി പ്രശ്നത്തിലൂടെ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒത്തിരി നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനപരമായി ആ ഒരു കാര്യങ്ങളിലേക്ക് നോക്കുവാനോ ശ്രദ്ധിക്കാനോ നമുക്ക് കഴിയത്തില്ല. വളരെ ക്രൂരമായ സ്വഭാവങ്ങൾ എത്രമാത്രം മനുഷ്യൻ വൈകൃതമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു മലയാളി എന്ന നിലയിൽ തന്നെ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടക്കുന്നത്. നമ്മുടെ വരും തലമുറകൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ യൗവനക്കാർ, കുടുംബത്തിന് പ്രതീക്ഷയായ, സമൂഹത്തിന്റെയൊക്കെ പ്രതീക്ഷയായ യൗവനക്കാർ വളരെ വേഗം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന ഒരു കാഴ്ച നാം കാണുന്നു. നമ്മുടെ തലമുറകൾ വല്ലാത്തൊരു പോക്കിലേക്ക് പോകുന്നു. അവരുടെ തലമുറയുടെ ജീവിത രീതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. കുഞ്ഞു കുട്ടികൾ പോലും മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് സമാധാനപരമായ, സന്തോഷപരമായ ഒരു വാർത്തയുണ്ട് എന്ന് ആശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യൻ വളരെ ക്രൂരമായ പ്രവൃത്തികൾക്ക് അടിമപ്പെടുന്നു. മനുഷ്യന്റെ ഉള്ളിൽ നീചമായ ചിന്തകൾ എന്തുകൊണ്ടാണ് ഇത്തരം വൈകൃതപരമായ ചിന്തകൾ അരങ്ങുവാഴുന്നത്? സ്നേഹം നഷ്ടപ്പെട്ടു, മനുഷ്യൻ സ്വസ്നേഹികളായി, അധാർമികത വർദ്ധിച്ചിരിക്കുന്നു. കൊടും ക്രൂരതകളും ക്രിമിനലുമായിട്ടുള്ള മൈൻഡും ഒക്കെ നമ്മുടെ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപിയായി തീർന്നുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിലെ വൈകൃതപരമായ സ്വഭാവങ്ങളാണ് അവനെ ഇങ്ങനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ സമാധാനമില്ലാത്ത മനുഷ്യൻ, ഈ 2025 അനേക വാർത്തകൾ നാം കൊണ്ട് ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ചെറുപ്പക്കാർ തന്നെ, സ്കൂൾ കുട്ടികൾ, ചെറുപ്രായം 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഏത് മേഖലയിൽ നാം ശ്രദ്ധിച്ചാലും അസമാധാനത്തിന്റെ ഒരു മേഖല വേഗത്തിൽ പടരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് കാരണം? ഒരു മനുഷ്യന് സമാധാനമില്ല. രാപകൽ അധ്വാനിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി കരുതുന്നു, ജോലിയുടെ ഭാരങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഈ ഓട്ടം ഒന്ന് നമ്മൾ ഓടുമ്പോഴും ഒരു സൈഡിൽ മനുഷ്യൻ സംതൃപ്തനല്ല. ജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങൾ കൊണ്ടും സന്തോഷമില്ലാത്ത അനുഭവത്തിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ, പ്രിയ സ്നേഹിത, ഒന്ന് ചിന്തിക്കൂ. എന്താണ് ഈ കാലഘട്ടം സൂചിപ്പിക്കുന്നത്? മനുഷ്യന്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുവാൻ കാരണം എന്താണ്? മനുഷ്യൻ വേഗത്തിൽ നിരാശപ്പെടുവാൻ കാരണം എന്താണ്? തകർന്നടിഞ്ഞ ജീവിതങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കേരളത്തിൽ കോടതികൾ വർദ്ധിക്കുന്നു, വൃദ്ധസദനങ്ങൾ വളരുന്നു, ഏറ്റവും വർദ്ധിച്ചു വരുന്നു, അനാഥാലയത്തിലേക്ക് തള്ളപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒരു കുഞ്ഞ് സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്നൊക്കെ നാം ചോദിക്കുമെന്നാൽ മറക്കുമെന്ന് കാലഘട്ടവും ഒക്കെ സൂചിപ്പിക്കുന്നു. പ്രസവിച്ച ഉടനെ തന്നെ തന്റെ പിഞ്ചു കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊള്ളുന്ന, അല്ലെ ക്ലോസറ്റിലേക്ക് എറിയുന്ന മാതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കേരളമാണിത്. അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ താലോലിക്കുന്ന, കുഞ്ഞിനെ വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്ന പിതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വീടിനുള്ളിൽ സുരക്ഷിതരാണോ? സ്കൂളിലേക്ക് നമ്മൾ പ്രതീക്ഷയോടെ രാവിലെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രതീക്ഷിച്ച് നമുക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണോ ഇത്? നമ്മുടെ തലമുറകളുടെ പോക്ക് വല്ലാത്ത ഒരു കാലഘട്ടം സൂചിപ്പിക്കുമ്പോൾ എങ്ങും എവിടെയും സമാധാനമില്ലാത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ, പ്രിയ സ്നേഹിത, ഞങ്ങളൊരു സന്ദേശം ഇവിടെ കൈമാറുന്നു. സന്തോഷം തരാൻ കഴിയുന്ന, സമാധാനം തരാൻ കഴിയുന്ന, മനുഷ്യന്റെ സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. അത് സുവിശേഷമാണ്. സുവിശേഷം എന്നാൽ തന്നെ നല്ല വർത്തമാനം, സന്തോഷം തരുന്ന വർത്തമാനം, സമാധാനം തരുന്ന വർത്തമാനം എന്നൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് സുവിശേഷം സന്തോഷം തരുന്ന വർത്തമാനമാകുന്നത്, സമാധാനം തരുന്ന വർത്തമാനമാകുന്നത്? സുവിശേഷത്തിന്റെ കേന്ദ്ര വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനാണ്, മനുഷ്യനെ തേടിയാണ്. സ്നേഹം കൊണ്ട് ഏതിനെയും കീഴ്പ്പെടുത്താമെന്ന് ജീവിതം കൊണ്ട് തെളിയിപ്പിച്ച വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയ
പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ സമാധാനങ്ങളും നാം ആശ്രയിക്കുന്ന ഫെസിലിറ്റീസ്, നാം സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നാം പിൻപറ്റുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരികയില്ല എന്ന് മാത്രമല്ല, അത് വളരെ നാശത്തിലേക്കും നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന അനുഭവത്തിലേക്കുമൊക്കെ കടന്നു പോകുമ്പോൾ 2024 വർഷങ്ങൾക്ക് മുന്നേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യനെ നേടുവാൻ, നഷ്ടപ്പെട്ടു പോയ, പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ തേടുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് കാണുന്ന ഈ അരാജകത്വവും പാപത്തിന്റെ പ്രവൃത്തികളുമൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്, നടമാടുന്നതിന്റെ കാരണമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവ ഭയമില്ലാതിരിക്കുന്നു, മനുഷ്യൻ നീച പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു, പാപപ്രവൃത്തികൾക്ക് ഇവന്റെ മനസ്സ് അടിമപ്പെട്ട മനുഷ്യനാണ് ഇത്രമാത്രം ക്രൂരമായ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം ഞങ്ങൾ കൈമാറുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്ന് നടമാടുന്ന വിഷയങ്ങൾക്ക്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിയുന്നത് അത് സത്യ സന്ദേശം, സുവിശേഷം, യേശുവിന്റെ സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്റെ പ്രശ്നത്തിന് വേണ്ടിയാണ്. തകർന്നടിഞ്ഞു കിടക്കുന്ന മനുഷ്യനെ പണിയുവാൻ, ആശ്വാസമില്ലാതെ കിടക്കുന്നവരെ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, നിരാശയിൽ കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന മനുഷ്യനെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, ഈ ലോകത്തിൽ നിയമമില്ലാഞ്ഞിട്ടല്ല, നിയമതത്വസംഹിതകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കുഞ്ഞുങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നതും നിരാശയിലേക്കൊക്കെ പോകുന്നത്. ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നത് ഏതിലൂടെ നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യന് മാറ്റം വരേണ്ടത് മനസ്സിനാണ്. മനസ്സിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ക്രൂരമായ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുന്നതും ജീവിതത്തിന്റെ പല മേഖലകളിലും അവൻ തകർന്നടിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന വൈകൃതപരമായ, പൈശാചികമായ പ്രവൃത്തികളാണ് മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അതിന് വേണമെങ്കിൽ, മനുഷ്യന് വെളിച്ചം വേണമെങ്കിൽ അവന്റെ ഉള്ളിലേക്ക് ബോധം വരണം, അല്ലെങ്കിൽ സത്യം വരണം. ആ മനുഷ്യന്റെ ഉള്ളിലേക്ക്, പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരണം. വെളിച്ചം വരുവാൻ കഴിയുന്ന സത്യ സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു. നിരാശയിൽ കിടന്ന വ്യക്തിയെ, സമാധാനമില്ലാത്ത വ്യക്തിയെ, ഏത് ക്രൂരതയുള്ള മനുഷ്യന്റെ ഉള്ളിലേക്ക് അവന് സമാധാനം തരാൻ കഴിയുന്നത്, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്നത് ഇന്നും അത് സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ. ഏത് ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത മനുഷ്യന്റെ ഉള്ളിലേക്കും നിയമങ്ങളോ തത്വസംഹിതകളോ അല്ല അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നത്, അത് സുവിശേഷമാണ്. സുവിശേഷം ഏതെല്ലാം രാജ്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ, ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ, എത്രമാത്രം ക്രൂരത ചെയ്ത മനുഷ്യനെയും മനുഷ്യനാക്കി മാറ്റിയത്, അവനെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റുവാൻ സുവിശേഷത്തിന് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയിൽ മനുഷ്യൻ വലിയ അന്ധതയിലേക്കും അന്ധകാരത്തിലേക്കും അധാർമിക പ്രവൃത്തികളിലേക്ക് നീക്കുമ്പോൾ ഇതിനൊരു മാറ്റം വരുത്തുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. കാരണം യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന. അങ്ങനെയെങ്കിൽ ഇരുളിൽ കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ അന്ധതയിൽ കിടന്നുകൊണ്ട്, പാപത്തിന്റെ അന്ധതയിൽ കിടന്നുകൊണ്ട്, മനുഷ്യൻ തെറ്റിലേക്കുമൊക്കെ വീണ്ടും നിലവിളിച്ച് കടന്നു പോകുമ്പോൾ, ഒരു തത്വസംഹിതകൾക്ക് മനുഷ്യനെ മാറ്റുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ കണ്ണുകളെ തുറക്കുവാൻ കഴിയുകയുള്ളൂ. പാപിയായ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ലോകം വലിയ അധാർമികതയിലേക്കും നാശത്തിലേക്കും ഒക്കെ കൂപ്പുകുത്തുമ്പോൾ രക്ഷപ്പെടുവാൻ ഒരു മാർഗം ഞങ്ങൾ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുക. യേശു തന്നെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, വഴിയായ, സത്യമായ, ജീവനായ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ജീവിതത്തിലെ സകല വേദനകളെയും നിരാശകളെയും മാറ്റുവാൻ കഴിയുന്ന യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. സന്തോഷപരമായ ഒരു ജീവിതം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ വാക്കുകളെ ചുരുക്കുന്നു. ദയവായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.